ഹായ് ഹലോ എല്ലാവർക്കും ചാരു സർക്കിളിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ബോട്ടിലാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, കണ്ടാൽ നല്ല ഭംഗി തോന്നിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിനോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കുപ്പിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഫോം ഷീറ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം ഫ്ലവർ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു ഷീറ്റാണ് ഫോം ഷീറ്റ്. പിന്നെ ഹേർട്ട് അങ്ങനത്തെ അതുപോലെ തന്നെ ഓരോരോ ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഷീറ്റാണ് ഫോം ഷീറ്റ് ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അത് ആ ഫ്ലവർ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലാക്കാൻ വേണ്ടി ഈ സൈഡ് എഡ്ജൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് റൗണ്ടായിട്ട് എടുക്കാൻ പറ്റും, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തു. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ചുറ്റി കട്ട് ചെയ്ത് കളയരുത്. ഇങ്ങനെ കട്ട് ചെയ്ത് ചുറ്റി കൊടുക്കണം. അതിപ്പോഴത്തേ ഇതാണ് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഒരല്പം റൗണ്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരെണ്ണം കൂടി ഞാനിത് കാണിച്ചു തരാം. സൈഡ് എഡ്ജ് കളയുക, എന്നിട്ട് റൗണ്ട് ഷേപ്പ് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് കൈ കൊണ്ട് ഷീറ്റൊന്ന് ചുറ്റിക്കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ലാസ്റ്റ് ഞാനൊരല്പം ഷീറ്റ് വെച്ചു റൗണ്ടിൽ. ഇനി വേണ്ടത് നമുക്ക് ഒരറ്റം, ഇപ്പം സ്റ്റാർട്ട് ചെയ്ത ഒരറ്റം ഉണ്ടല്ലോ, അതിൽ നിന്ന് പതുക്കെ ചുരുട്ടി കൊടുക്കണം. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കാം. ആ ചുരുട്ടി കൊടുക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലെത്തി. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ റൗണ്ട് ഷേപ്പിൽ കിട്ടണം. ആ റൗണ്ട് ഷേപ്പ് ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ ബാക്ക് സൈഡ്, അതിൻ്റെ ആ റൗണ്ടിൻ്റെ സൈഡിൽ, അതായത് ബാക്ക് സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് ഒട്ടിയിരിക്കും. ഈ ഒരു രീതിയിൽ ഒട്ടിയിരിക്കും. കണ്ടോ, ബാക്ക് സൈഡ് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കൈ കൊണ്ടൊന്ന് നന്നായി പ്രസ് ചെയ്ത് വെക്കുക ആദ്യം. എന്നിട്ട് സൈഡ്, ആ ബാക്ക് സൈഡ് ഞാനിപ്പോൾ അധികമായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പായില്ലേ. അപ്പോൾ അടുത്തതും നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ചുറ്റി കൊടുക്കുക. പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റാൻ വല്ല ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ അത് ചുറ്റി കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവും. ആ റൗണ്ട് ഷേപ്പ് നമ്മൾ ഗ്ലൂ ഗൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. കണ്ട, ഈ ഒരു രീതിയിൽ ചുറ്റിക്കൊടുത്തിട്ട് അവസാന ഭാഗം ഞാനിവിടെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും ബാക്ക് സൈഡിൽ. അതായത് ബാക്ക് സൈഡിൽ കണ്ടോ, കൈ വെച്ചിരിക്കുന്ന ബാക്ക് സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, കാരണം ഒന്ന് ഒട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അധികം നിൽക്കുന്ന ഭാഗം, ആ താഴത്തെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി, ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട. ഇതിപ്പോൾ എനിക്കൊരല്പം ഒരു ഒട്ടിച്ച ഭാഗം കൂടുതലായി, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. ഒരു ഷേപ്പിന് കട്ട് ചെയ്യുന്നത്, റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫ്ലവർ ആയിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്കൊരു ലീഫ് വേണം. ചെറിയ ലീഫാണ് ഞാൻ എടുക്കുന്നത്, ചെറിയ ലീഫ് പോലത്തെ ഒരു ഷേപ്പ്. കറക്റ്റ് ലീഫല്ല, ഒരു ഷേപ്പ്. അപ്പോൾ ഞാൻ അതൊന്ന് കത്രി കൊണ്ട് ആദ്യം ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കണ്ടോ എടുത്തിരിക്കണേ. ഇപ്പോൾ 2 എടുത്തിട്ടുണ്ട് ഞാൻ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ഇത്. അപ്പോൾ ഫ്ലവറായി, അതിൻ്റെ കൂടെ ചെറിയ ലീഫായി. അപ്പോൾ ഇനി നമുക്ക് കുപ്പിയിലേക്ക് അത് ഒട്ടിക്കാം. അപ്പോൾ അത് ഒട്ടിക്കാനും ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ കുപ്പി എടുത്തിട്ടുണ്ട്. കുപ്പിയിലേക്ക് ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് ഞാനിവിടെ ബ്ലൂ കളറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് അക്രിലിക് പെയിൻ്റാണ്, ബ്ലൂ കളറ്. അപ്പോൾ അത് നമുക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ഫ്ലവർ കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക, അന്ന് കുപ്പിയിൽ ഒട്ടിക്കിട്ടും. അതായത് നമുക്കൊരു ഭംഗിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക. അതായത് ഫ്ലവർ 1, 2, 3 ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലവർ ഒട്ടിച്ചു. ഇനി ആ ചെറിയ ലീഫുകളുണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സൈഡിലൊക്കെ ഒരു ഭംഗിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം.
ഇപ്പോൾ തന്നെ ഞാൻ ഫ്ലവർ ഒട്ടിച്ചു, ലീഫ് ഒട്ടിച്ചു, ഒരു ഭംഗിക്കായി താഴത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കുപ്പിയിലല്ലേ. അപ്പോൾ അത് ഞാൻ ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് അക്രിലിക് ബ്ലൂ കളർ ഉപയോഗിച്ച് ഫുൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഫുൾ കൊടുത്തോളൂ, എന്നിട്ട് പൂവിലായാലും കുഴപ്പമൊന്നുമില്ല. ഫുൾ പെയിൻറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ബ്ലൂ കളർ ആവാനുണ്ടല്ലോ, അപ്പോൾ അതൊരു ചെറിയ ബ്രഷ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, അപ്പോൾ കിട്ടും. അപ്പോൾ ഇത് ഫുള്ളും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് വൈറ്റ് കളർ എടുക്കുക. അക്രിലിക് വൈറ്റ് എടുത്തിട്ട് ഒരു സ്പോഞ്ചിലെടുത്തിട്ട് ബ്ലൂയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ഞാൻ ടച്ച് ചെയ്ത് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ടച്ച് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും, ഫ്ലവറിനും കുപ്പിയിലും ഒക്കെ. ബാക്ക് സൈഡ് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അല്പം വൈറ്റ് കൂടുതലെടുത്തിട്ട് നമുക്ക് ഫ്ലവറിലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി, ഫ്ലവർ ആണെന്ന് അറിയണമല്ലോ, അപ്പോൾ ലീഫിനും ഫ്ലവറിനും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഭംഗിയാവും. അപ്പോൾ ദേ അതും കൊടുത്തു. കാണാനിപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇപ്പോൾ ഈസിയാണ്, എന്നാൽ കാണാൻ ക്യൂട്ടാണ്. അപ്പോൾ ഇത് ബ്ലൂ കളറാണ്. ബ്ലൂ കളറ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യുക. ഈ ഒരു രീതിയിൽ ഡബിൾ ഷെയ്ഡ് ആകാൻ വേണ്ടിയാണ് ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൂവിന് പകരം ഏതെങ്കിലും കളർ യൂസ് ചെയ്യാം. കേട്ടോ, എല്ലായിടും ഒട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പെയിൻറ്റൊന്നും ആകൂല, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.